രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, എല്ലാവരും വിളി കേട്ടില്ല കേട്ടോ. എല്ലാവരുടെയും ഒച്ച സിസ്റ്റർ കേട്ടില്ല. അതുകൊണ്ട് ഈശോയുടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പം എന്തോന്ന് വിളി കേൾക്കണം. ഈശോയുടെ കുഞ്ഞുങ്ങളെ, ഇപ്പം എല്ലാവരും വിളി കേട്ടു. മിടുക്കനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് വേണം തുടങ്ങാൻ. അപ്പോൾ ഒന്ന് ചാടി എണീറ്റേ. എല്ലാവരും എണീറ്റോ? എല്ലാവരും എണീറ്റു. അപ്പം നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് പക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുഞ്ഞുങ്ങളെ നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ളൊരു സുകൃതജപം പഠിച്ചായിരുന്നു അല്ലേ? കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ? സിസ്റ്ററിനെ അറിയാം, എല്ലാവരും മാതാവിൻ്റെ രൂപത്തിന് മുമ്പ് ചെന്ന് നിന്ന് ആ സുകൃതജപം ചൊല്ലിയല്ലേ കഴിഞ്ഞ ആഴ്ച? എന്നാൽ നമുക്ക് ഇന്ന് ആ സുകൃതജപം ആക്ഷനൊക്കെ എടുത്ത് ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. അപ്പം സിസ്റ്റർ ചെയ്യുന്ന ഒപ്പം തന്നെ കുഞ്ഞുങ്ങളും ചെയ്യണേ. നമുക്ക് ഒരുമിച്ച് ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ? എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ആരും ഇരിക്കില്ലേ? ഈശോയ്ക്ക് ഈ ഡാൻസൊക്കെ കളിക്കുന്ന പാട്ടൊക്കെ പാടുന്ന കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ആക്ഷൻ സോങ് നമുക്ക് പഠിച്ചാലോ? കുഞ്ഞുങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിലേ സിസ്റ്റർ ആദ്യം പറയാം. ഈശോയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയണം. പിന്നെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും പറയണം. ഇത് രണ്ടും പറയാനുള്ള ആക്ഷൻ സോങ് ആണ് സിസ്റ്റർ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ മിടുക്കരായിട്ട് പഠിക്കണം. പഠിക്കൂലേ? സിസ്റ്ററിനറിയാം സിസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങൾ മിടുക്കരാണെന്ന്. അപ്പം ആദ്യം സിസ്റ്റർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യണം. ഹലോ ജീസസ്, ഹായ് ജീസസ്, ഗുഡ് മോർണിംഗ് ജീസസ്. ഹലോ ജീസസ്, ഹായ് ജീസസ്, ഐ ലവ് യു ജീസസ്. എളുപ്പമല്ലേ പഠിക്കാൻ? എന്ത് എളുപ്പമാണ് പഠിക്കാൻ. ഇതേ കുറേ കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി സിസ്റ്റർ ചെയ്ത് കാണിക്കാം. ഹലോ ജീസസ്, ഹായ് ജീസസ്, ഗുഡ് മോർണിംഗ് ജീസസ്. ഹലോ ജീസസ്, ഹായ് ജീസസ്, ഐ ലവ് യു ജീസസ്. കുഞ്ഞുങ്ങളെ, ഈശോയ്ക്ക് ഇഷ്ടമാണ് പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെന്ന് സിസ്റ്റർ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് നീ ആക്ഷൻ സോങ് ചെയ്താലോ? ചെയ്യാം അല്ലേ? ഹലോ ജീസസ്, ഹായ് ജീസസ്, ഗുഡ് മോർണിംഗ് ജീസസ്. ഹലോ ജീസസ്, ഹായ് ജീസസ്, ഐ ലവ് യു ജീസസ്. ഈശോയ്ക്ക് എന്ത് ഇഷ്ടമായിന്ന് അറിയോ പാട്ട് കേട്ടപ്പോൾ? ഈശോ ചിരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ പാട്ട് കേട്ടിട്ട്. നമുക്ക് എല്ലാവർക്കും ഇനി ഇരിക്കാം. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഈശോയുടെ അമ്മയെക്കുറിച്ച് അല്ലേ? ഈശോയുടെ അമ്മയുടെ പേര് പഠിച്ചു. ഈശോയുടെ അമ്മ മറിയമാണെന്ന് പഠിച്ചു അല്ലേ? കുഞ്ഞുങ്ങളെല്ലാവരും ഓർത്തിരിപ്പുണ്ടോ? ഓർത്തിരിക്കുന്നുണ്ട്. സിസ്റ്ററിനറിയാം എല്ലാവരും സുകൃതജപം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് സിസ്റ്ററിനറിയാം. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈശോയെ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണല്ലേ ഇരിക്കുന്നത്. ഈശോ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈശോയുടെ അമ്മ എവിടെയായിരിക്കും ഇരിക്കുന്നത്? ഈശോയോടൊപ്പം സ്വർഗത്തിൽ അല്ലേ? ഈശോയോടൊപ്പം സ്വർഗത്തിലാണ് ഈശോയുടെ അമ്മയും ഇരിക്കുന്നത്. ഈശോയുടെ അമ്മ സ്വർഗത്തിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗീയ അമ്മയാണ് മറിയം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗീയ അമ്മയാണ് മറിയം. സിസ്റ്ററിൻ്റെയും കെൻപോളിൻ്റെയും ഏബലിൻ്റെയും ഡിൽനിയുടെയും ഒക്കെ സ്വർഗീയ അമ്മയാണ് മറിയം. നമ്മുടെ സ്വർഗീയ അമ്മയായ മറിയത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മാതാവ് എന്ന്. എന്താണ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ? മാതാവ് എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അമ്മേ മാതാവേ എന്നൊക്കെ വിളിച്ച് അല്ലേ? പരിശുദ്ധ അമ്മയോട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാവ് എപ്പോഴും നന്മയിൽ വളർത്തും, വിശുദ്ധരാക്കി വളർത്തും. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാറുണ്ടോ മാതാവിനോട്? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? സിസ്റ്ററിനോടൊന്ന് പറഞ്ഞേ. വൈകിട്ട് മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും അല്ലേ? ജപമാലയിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ ചാച്ചനും അമ്മച്ചിയും കുരിശ് വരയ്ക്കാനിരിക്കുമ്പം അമ്മച്ചിയുടെ അടുത്ത് പോയി ഇരിക്കും അല്ലേ? എന്നിട്ടോ അമ്മച്ചി ഇങ്ങനെ വലിയ ജപമാലയൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം കുഞ്ഞുങ്ങളും കൂടെ നന്മ നിറഞ്ഞ മറിയമേയൊക്കെ ചെല്ലാൻ കൂടും അല്ലേ? അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച സുകൃത ജപവും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? സിസ്റ്റർ പറഞ്ഞു
മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാവ് നന്മയിലും വിശുദ്ധിയിലും വളർത്തുമെന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, ഈശോയെ അമ്മ വളർത്തിയത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണെന്ന്. സിസ്റ്ററെ, ഇപ്പോൾ ഒരു കൊച്ചു വീഡിയോ കാണിക്കാൻ പോവുകയാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് വിശുദ്ധിയിൽ വളർത്തിയ, നന്മയിൽ വളർത്തിയ 3 കുഞ്ഞുങ്ങളുടെ കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണെന്ന് സിസ്റ്ററിന് അറിയാം. അതുകൊണ്ടാണ് സിസ്റ്റർ ഒരു കഥ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധയോടെ ഇരുന്ന് കഥ കാണണം. ഫാത്തിമ എന്ന മനോഹരമായൊരു നഗരത്തിലെ ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലാണ് ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ 3 കൂട്ടുകാർ ജീവിച്ചിരുന്നത്. മനോഹരമായ മേച്ചിൽപ്പുറങ്ങളുള്ള ആ നാട്ടിലെ അവരുടെ പ്രധാന തൊഴിൽ ആടിനെ മേയ്ക്കലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞു 3 പേരും കൂടി പതിവ് പോലെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നൽ പിണർ കണ്ടു. മൂന്ന് കുഞ്ഞുങ്ങളും പേടിച്ചു പോയി. അപ്പോഴതാ ആ മേഘത്തിൽ നിന്ന് ഒരു കൊച്ചു വെളിച്ചം അവരുടെ അടുത്തേക്ക് വന്നു. അതാരായിരുന്നുവെന്ന് അറിയാമോ? നമ്മുടെ പരിശുദ്ധി അമ്മ, ഈശോയുടെ അമ്മ, മാതാവായിരുന്നു അത്. മാതാവിനെ കണ്ട് 3 പേരും ഞെട്ടിത്തരിച്ചു. എന്തു ചെയ്യണമെന്നറിയാമതെ ആകുലപ്പെട്ടു. അപ്പോൾ മാതാവ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ധാരാളം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു. നിങ്ങൾ ചൊല്ലുന്ന ഓരോ ജപമാലയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞു. നിങ്ങൾ ഓരോ നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലുമ്പോഴും എനിക്ക് ധാരാളം റോസാ പുഷ്പങ്ങൾ കിട്ടുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു. Pray the rosary every day to bring peace to the world and to end the war. പിന്നെ മാതാവ് കരങ്ങൾ നീട്ടി 3 പേരെയും അനുഗ്രഹിച്ചു. അവരോട് ഇനിയും പ്രാർത്ഥന തുടരണമെന്ന് പറഞ്ഞിട്ട് അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി. I want to know what she said about me. 3 പേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഈശോയുടെ കുഞ്ഞുങ്ങളെ, ലൂസിയുടെയും ജസീന്തയുടെയും ഫ്രാൻസിസിൻ്റെയും കഥ കേട്ടോ? കേട്ടു അല്ലേ? ഫാത്തിമയിലെ 3 കുഞ്ഞുങ്ങൾ അല്ലേ? മാതാവ് എങ്ങനെയാണ് അവരെ വിശുദ്ധിയിൽ വളർത്തിയത്? അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവരെന്നും ആടിനെ മേയ്ക്കാൻ പോകുമായിരുന്നു അല്ലേ? ആടിനെ മേയിച്ചിട്ട് കളിച്ച് നടക്കുകയാണോ ചെയ്തത്? അല്ല, കളിച്ച് കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാ ദിവസവും ഒട്ടുമേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അല്ലേ? അപ്പോഴാണ് മാതാവ് അവരെ നന്മയിലും വിശുദ്ധിയിലും വളർത്തിയത്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമുക്കും ഇതുപോലെ വിശുദ്ധിയിൽ വളരണ്ടേ? നല്ല കുഞ്ഞുങ്ങളായി തീരണ്ടേ?
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നമുക്ക് വളരണം. അതിനെന്ത് ചെയ്യണം? മാതാവിനോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 45, എത്രയാ? 45-ാമത്തെ പേജിലെ ഒരു മനോഹരമായ ജപമാല കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ജപമാലയ്ക്ക് നിറം കൊടുക്കേണ്ടത് ആരാണ്? ആ കുഞ്ഞുങ്ങൾ നിറം കൊടുക്കണം. നമുക്കേ വെറുതെ നിറം കൊടുത്താൽ മതിയോ? പോരാ. പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജപമാലയ്ക്ക് കളർ കൊടുത്തിട്ട് അത് നമ്മുടെ ഈശോയുടെ അമ്മയ്ക്ക് ഒരു നല്ല സമ്മാനമാക്കി കൊടുക്കണം. റെഡിയാണോ? വെറുതെ ഇങ്ങനെ തല കുലുക്കിയാൽ പോരാ. സിസ്റ്റർ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ കൈ ഇങ്ങനെ എടുത്ത് യെസ് എന്ന് പറയണം. ഓക്കെ? കുഞ്ഞുങ്ങൾ റെഡിയാണോ? യെസ്. ആർക്കോ ചെയ്തില്ല കേട്ടോ, എല്ലാവരും ചെയ്യണം. അപ്പോഴാണ് സിസ്റ്റർ പറയുള്ളൂ. കുഞ്ഞുങ്ങൾ റെഡിയാണോ? യെസ്. എന്നാൽ സിസ്റ്റർ പറഞ്ഞു തരാം. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ സിസ്റ്റർ അത് ചൊല്ലിത്തരുമ്പോൾ കുഞ്ഞുങ്ങൾ ഏറ്റു ചൊല്ലണം. ചൊല്ലണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കുഞ്ഞുങ്ങളെ, പ്രാർത്ഥന കിട്ടിയോ കുഞ്ഞുങ്ങൾക്ക്? ഈ പ്രാർത്ഥന മാതാവിനോടുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മളെല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കുരിശ് വരയ്ക്കും ഈ പ്രാർത്ഥന ചൊല്ലും അല്ലേ? അപ്പോൾ ഒന്നും കൂടി സിസ്റ്ററിൻ്റെ ഒപ്പം കുഞ്ഞുങ്ങളെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചാച്ചൻ്റെയും അമ്മച്ചിൻ്റെയും കൂടി ഇരുന്നിന് ചൊല്ലണം കേട്ടോ. അങ്ങനെ മിടുക്കരായ കുഞ്ഞുങ്ങളാകണം, വിശുദ്ധരായ കുഞ്ഞുങ്ങളാകണം. മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് നമ്മളെ ലൂസിയെയും ജെസ്സിൻ്റെയും ഫ്രാൻസിസിനെയും പോലെ വിശുദ്ധരായ കുഞ്ഞുങ്ങളാക്കി വളർത്തും. കുഞ്ഞുങ്ങളപ്പോൾ പ്രാർത്ഥിക്കുമല്ലേ? എന്നാലേ നമുക്കൊന്ന് ചാടി എഴുന്നേറ്റാലോ? എല്ലാവരും എണീറ്റോ? സിസ്റ്റർ നോക്കട്ടെ. എല്ലാവരും എണീറ്റോ? അപ്പം നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പഠിച്ച പ്രാർത്ഥന തന്നെ ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.